തമ്പിയെ കുറേ ഇടിച്ചിട്ട് അബി പറയും ജാനകിക്ക് എന്തെങ്കിലും പറ്റിയാ നിന്നെ ഞാൻ കൊന്നുകളയെന്ന് പറയും. അബി പോയി കഴിയുമ്പോൾ നിലത്ത് വേണ തമ്പി ഇങ്ങനെ പറയാണ്, ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇരുന്നത്, നീ പോയിട്ട് അവൾക്ക് പോയിട്ട് കാവലിരിക്കുക എന്നൊക്കെ പറയും. അമല് നിരഞ്ജനയോട് ജാനകിയെ പറ്റി ഇങ്ങനെ പറയാണ്, ജാനകിയെടുത്തി അബിയേട്ടനും എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ജാനകിയെടുത്തി അവിടെ ഉള്ളപ്പോൾ ഒരമ്മയെ പോലെ എന്നെ ട്രീറ്റ് ചെയ്തതെന്നൊക്കെ. അവിടുത്തെ സന്തോഷമൊക്കെ നശിക്കാൻ കാരണം അപർണയാണ്. എന്തിനാ ഇതുപോലെ ഒരു രാക്ഷസിയെ അളകാപുരി വെച്ച് വാഴിക്കുന്നത്, അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊക്കെ. അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാൻ പോകുന്നത് ജാനകിയെടുത്തിയെ തന്നെ ആയിരിക്കും. ജാനകിയെടുത്തിക്ക് തമ്പിയോട് സ്നേഹമില്ലെങ്കിലും അപർണയോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ അനിയത്തി കുട്ടിയാണെന്നൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറയും. ഇതിൽ അപർണയ്ക്ക് പങ്കില്ലെന്ന് അഭിയേട്ടന് ഉറപ്പുണ്ടെന്നൊക്കെ നിരഞ്ജന പറയും. ഡോക്ടർ അബി അന്വേഷിച്ച് പുറത്തു വരും. അപ്പോൾ അബി അവിടെ ഇല്ലയെന്ന് പറയുമ്പോൾ അബി എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമൽ പറയും. ഇത് കേട്ട് ഡോക്ടർ ചോദിക്കും, സൂര്യനാരായൺ സാറിൻ്റെ മക്കളാണ് നിങ്ങളൊക്കെ? എൻ്റെ അച്ഛൻ അവിടുത്തെ ക്ലാസ് 4 ജീവനക്കാരനായിരുന്നു, ഞാൻ MBBS പഠിക്കുന്ന കാലത്ത് അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് അദ്ദേഹം ദൈവമാണെന്നൊക്കെ പറയും. രാധാമണി അവിടുന്ന് മോളേന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ അവിടെയുള്ള സ്ത്രീ പിടിച്ചു വെക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റില്ല. അവസാനം അവർ പറയും, നിങ്ങളുടെ മോള് ഹോസ്പിറ്റലാണ്, അതാണ് വരാൻ പറ്റാത്തത് എന്നൊക്കെ പറയും. ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറയും. രാധാമണിക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമവും. വസുന്ധര അപർണയോട് പറയും, ആ പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു ദ്രോഹം നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. പറഞ്ഞപ്പോൾ ജാനകിയെ കുറ്റപ്പെടുത്തി കുറേ പറയും ഇങ്ങനെ. വസുന്ധര അപർണയോട് പറയും, നീ പോയിട്ട് ജാനകി ഒന്ന് കാണണമെന്ന് പറയും. ഇത് കേട്ടിട്ട് അപർണ പറയും, അതൊന്നും പറ്റില്ല, എനിക്ക് അവളെ കാണേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. കുറേ നിർബന്ധിക്കുമ്പോൾ അപർണ പറയാം, എങ്കിൽ ഞാൻ പോകാമെന്ന് പറയും. ആ കിടപ്പ് എനിക്കൊന്ന് കാണണമെന്ന് പറയും. അപർണ പോയിട്ട് അവിടെ ജാനകിയെ കാണുകയാണ്. അപർണ ഇങ്ങനെ മനസ്സ് പറയും, പാതി ജീവനായിട്ട് ഇനി നിന്നെ കാണില്ല എന്ന് ഉറപ്പിൽ ഞാൻ പോട്ടെ ജാനകി എന്ന് പറയും. ഡോക്ടറുമായിട്ട് അപർണ സംസാരിക്കുമ്പോൾ അപർണ ഇങ്ങനെ സ്നേഹമുണ്ടെന്ന് ഭാഗത്തിൽ അഭിനയിക്കും. അപർണ പറയും, ജാനകിക്ക് വേണ്ടി ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു.